അങ്ങനെ നമ്മുടെ ഹൽദി ഫംഗ്ഷന് ശേഷം നമ്മൾ നേരെ സംഗീതത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു മയിൽക്കുട്ടനെയൊക്കെ കണ്ടു. അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് ട്രിപ്പീസ് ലൈഫ് എന്ന് പറഞ്ഞ വർക്കലയിൽ ഒരു റിസോർട്ട് വെച്ചിട്ടാണ്. പറയാതിരിക്കാൻ വയ്യ. ഡെക്കറേഷൻ ആണെങ്കിലും ലൊക്കേഷൻ ആണെങ്കിലും ആ പ്ലേസ് ആണെങ്കിലും കാറ്റാണെങ്കിലും എൻ്റെ പൊന്നെ അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിലും അവിടെ ചുമ്മാതെങ്കിലും ഒന്ന് പോകണം. അങ്ങനെ നമ്മുടെ ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ നമ്മൾ വെൽക്കം ചെയ്തു. നല്ല കാണാൻ നല്ല സുന്ദരനായിട്ടൊക്കെയാണ് അവർ വന്നത്. അങ്ങനെ അവരെ കൊണ്ട് സ്റ്റേജിലിരുത്തി. ചെറിയൊരു മഴ പെയ്യുകയും ചെയ്തു. പക്ഷേ ഒരു 2-3 മിനിറ്റ് മാത്രമേ നിന്നുള്ളൂ. പക്ഷേ ആ ക്ലൈമറ്റും ആ സ്കൈയും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. അങ്ങനെ അവരെ കൊണ്ടിരുത്തി പതുക്കെ പരിപാടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അവരെ കൊണ്ട് കുറച്ച് നേരം സംസാരിപ്പിച്ച് പിന്നെ ഗെയിമൊക്കെ കളിപ്പിച്ച് അങ്ങനെ നമ്മുടെ ഡാൻസും പാട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സംഗീതം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണല്ലോ മെയിൻ. അങ്ങനെ നമ്മുടെയും ചെറിയൊരു ഫാമിലി ഡാൻസും എൻ്റെ സിംഗിൾ ഡാൻസും ഞാനും ചേട്ടനോടുള്ള കപ്പിൾ ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ചെറിയൊരു ബിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് വരെ കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർന്നിട്ടില്ല, നമ്മുടെ പടക്കമൊക്കെ പൊട്ടിച്ച് പിന്നെ DJയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ടയർഡ് ആയതുകൊണ്ട് നേരത്തെ പോയി. അങ്ങനെ അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ എൻ്റെ വെഡിങ് റിസപ്ഷൻ ചെയ്തത് അതേ ആൾ തന്നെയാണ് ചെയ്തത്. JRS ഇവൻ്റ് എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള. അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത ഫുഡും ആണെങ്കിലും ഡെക്കറേഷൻ ആണെങ്കിലും ആ ലൊക്കേഷൻ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നു. അങ്ങനെ ഞാനും ചേട്ടനും ഇനിയും നമ്മുടെ ഡാൻസൊക്കെ കാണാം.